എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ദുർഗാപ്രസാദം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുത ജയ. വൈശാഖമാസം ഏറ്റവും പുണ്യമായ മാസമാണ്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖമാസം. നദികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗംഗ എന്ന് പറയുന്നത് പോലെ, പക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഗരുഡൻ എന്ന് പറയുന്നത് പോലെ, വൃക്ഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം കൽപ്പകവൃക്ഷം എന്ന് പറയുന്നത് പോലെ, നദികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗംഗാനദി എന്ന് പറയുന്നത് പോലെ, വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠം വേദങ്ങൾ എന്ന് പറയുന്നത് പോലെ, പുണ്യം അതീവ അത്യന്തം പുണ്യവും ശ്രേഷ്ഠവുമായ മാസമാണ് വൈശാഖമാസം. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖമാസം. വൈശാഖമാസത്തിന് മറ്റൊരു നാമം കൂടിയുണ്ട്, മാധവമാസം. മാധവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൃഷ്ണൻ, മഹാവിഷ്ണു. അപ്പം ഈ വൈശാഖ മാസം ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖമാസം ആചരിക്കുന്നത്. ഈ വൈശാഖമാസം 29 ദിവസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഭൂമിയിൽ എത്തുന്ന സമയമാണ്. ഇപ്പോൾ ഗരുഡൻ്റെ പുറത്ത് ഗരുഡവാഹനത്തിൽ ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും ഭൂമിയിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അതീവ പുണ്യമാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും ഓരോ സൽക്കർമ്മങ്ങൾക്കും വളരെ ഏറെ അനുഗ്രഹം ലഭിക്കുന്ന മാസമാണ് വൈശാഖ മാസം എന്ന് പറയുന്നത്. വൈശാഖ മാസത്തിൽ ധാരാളം കുറേയേറെ പ്രത്യേകത ഉള്ള മാസമാണ് വൈശാഖ മാസം. ഈ വൈശാഖ മാസത്തിൽ നമ്മളൊക്കെ അതിശ്രേഷ്ഠമായിട്ട് ആചരിക്കുന്ന അക്ഷയ തൃതീയ വരുന്നുണ്ട്. ബലരാമ അവതാരമുണ്ട്, പരശുരാമ അവതാരമുണ്ട്, നരസിംഹ അവതാരമുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ എല്ലാ പുണ്യ ദിനങ്ങളും വരുന്നത് ഈ വൈശാഖ മാസത്തിലാണ്. അതുപോലെ തന്നെ ഏകാദശി വരുന്നുണ്ട്, ബുദ്ധപൂർണിമ വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്, ഏകാദശിയുണ്ട്, അതുപോലെ പൂർണിമയുണ്ട്, പൗർണമി. ഇതൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആചരിക്കേണ്ടതാണ്. അപ്പോൾ വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും പുണ്യമാസമാണ് വൈശാഖ മാസം അല്ലെങ്കിൽ മാധവമാസം. അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വൈശാഖ മാസത്തിൽ അതിശ്രേഷ്ഠം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ആചരിക്കേണ്ടത് എന്ന് പറയുന്നത് പ്രഭാതത്തിലെ സ്നാനമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്താൽ അതീവ ശ്രേഷ്ഠമാണ്, അതീവ പുണ്യമാണ്. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പം 4 മണി മുതൽ 5:30 വരെയുള്ള സമയമാണ്. കഴിവതും ആ സമയത്ത് തന്നെ കുളിക്കാൻ ശ്രമിക്കുക. സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ് വൈശാഖ മാസം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്നാനം ചെയ്താൽ, അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജലാശയങ്ങൾക്ക് വന്ന് അതീവ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. ആ ഒരു പുണ്യം ത്രിലോകങ്ങളിലുള്ള തീർത്ഥത്തിൻ്റെ ഫലമാണ് എല്ലാ ജലാശയങ്ങളിലും ഉള്ളത്. അത് കിണറായാലും കുളമായാലും തടാകമായാലും സമുദ്രമായാലും എല്ലായിടത്തും നമ്മൾ ഈ സ്നാനങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ സ്നാനം ചെയ്യുന്നത് അതീവ പുണ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും നദിയിൽ പോയി കുളിക്കാനോ തടാകത്തിൽ പോകാനോ സമുദ്രത്തിൽ പോകാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് നമ്മൾ ടാങ്കിലേക്ക് വെള്ളം അടിച്ചാണ് ഇപ്പോൾ നമ്മളെല്ലാം കുളിക്കുന്നത്. അപ്പോൾ ഈ സ്നാനത്തിനാണ് ആ സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ ആ ജലത്തിൽ സകല തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട്. ഗംഗാനദിയിൽ കുളിച്ച ഫലമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടതും വൈശാഖ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മവുമാണ് പ്രഭാതത്തിലെ സ്നാനം, അതിരാവിലെ എഴുന്നേറ്റുള്ള കുളി എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ എന്ന് പറയുന്നത്
നാമജപം, ഭഗവാന്റെ നാമം എത്രത്തോളം നമുക്ക് ജപിക്കാമോ, സ്നാനം കഴിഞ്ഞ് വന്ന് തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തി നമ്മൾ നാമം ജപിക്കുക. എത്രത്തോളം നാമം ജപിക്കാമോ അത്രത്തോളം നല്ലതാണ്. വിഷ്ണുനാമങ്ങളിൽ വിഷ്ണു ലക്ഷ്മി നാമങ്ങൾ, ലക്ഷ്മി നാരായണ നാമങ്ങൾ, ഇതെല്ലാം നമ്മൾ അതിനൊരു സംഖ്യയൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടം പോലെ അതിൻ്റെ കണക്ക് വയ്ക്കാതെ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാൻ നാമജപത്തിൽ നമുക്കറിയാമല്ലോ, ഇത് കലികാലമാണ്. കലികാലത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗ്ഗം നാമജപമാണ്. അപ്പോൾ നമുക്ക് ഈ വൈശാഖ മാസം മുഴുവൻ 29 ദിവസവും നമുക്ക് നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. നാമം നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുക ഭഗവാന്റെ. അതിന് ക്ഷേത്രത്തിൽ പോകണമെന്നില്ല. നമ്മൾ നമ്മുടെ സാധാരണ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജപിക്കാവുന്നതാണ്. കഴിവതും വൈശാഖ മാസത്തിൽ എന്താ പറഞ്ഞ നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുക, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ നമ്മൾ വെജിറ്റേറിയനായി കഴിയുക, അതാണ് നല്ലത്. പിന്നെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർ രാവിലെ സ്നാനം കഴിഞ്ഞതിന് ശേഷം നാമജപമൊക്കെ ചെയ്യുക. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞത് പ്രഭാതത്തിലെ സ്നാനമാണ്, അത് കഴിഞ്ഞ് നാമജപമാണ്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ദാനമാണ്. ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് അതീവ ചൂടുള്ള സമയമാണ്. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് ദാനം ചെയ്യാൻ കഴിയുന്നതാണ് ജലം. അപ്പോൾ നമ്മൾ ജലം ദാനം ചെയ്യുന്നത് ഏറ്റവും പുണ്യകരമാണ്. അപ്പോൾ എന്താണ്, ആദ്യമേ നമുക്കറിയാം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് അന്നദാനമാണ്. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കാം. അന്നദാനം നടത്തുന്നത് അതീവ ശ്രേഷ്ഠമാണ്. അന്നദാനം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്തവർക്കാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ബന്ധുമിത്രാദികളെ വിളിച്ച് നമ്മൾ എന്താ പറയുന്നത്, ഒരുപാട് വലിയ സദ്യ നടത്തുന്നതൊന്നും നമുക്ക് അന്നദാനമായിട്ട് പറയാൻ പറ്റുകയില്ല. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകളുണ്ട്, അന്നദാനമുണ്ട്, അന്നദാന വഴിപാടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അന്നദാനം നടത്തുന്ന ക്ഷേത്രത്തിൽ നമുക്ക് അന്നദാനത്തിന് വേണ്ടി പൈസ കൊടുക്കാം, അരി കൊടുക്കാം. അങ്ങനെ നമുക്ക് കൊടുക്കാവുന്ന വസ്തുക്കളൊക്കെ, അന്നദാനത്തിന് ആവശ്യമായ വസ്തുക്കളൊക്കെ നമുക്ക് കൊടുക്കാം. കഴിവതും നമ്മൾ ഒരാൾക്കെങ്കിലും ഈ വൈശാഖ മാസത്തിൽ ഒരാൾക്കെങ്കിലും നമുക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷിമൃഗാദികൾക്ക് അതുപോലെ തന്നെ ഉറുമ്പുകൾക്ക് ഒക്കെ നമുക്ക് അന്നം ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്നദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അന്നദാനമാണ്. കാരണം അന്നദാനത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതീവ ശ്രേഷ്ഠമാണ്. വിശക്കുന്ന ഒരു വയറിന് അന്നം കൊടുത്തു കഴിയുമ്പോൾ, ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന തൃപ്തി, അവരുടെ മനസ്സിലുണ്ടാകുന്ന തൃപ്തി, അത് പ്രത്യേക അനുഗ്രഹമാണ് നമുക്ക്. അതുപോലെ ജലം, ദാഹിച്ച് വരുന്ന ആളുകൾക്ക് വെള്ളം തരാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. അവരെ വീട്ടിൽ ക്ഷണിച്ചിരുത്തി കൊടുക്കണമെന്നില്ല, കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ദാഹജലം ചോദിച്ച് വരുന്നവർക്ക് ജലം കൊടുക്കുക തന്നെ വേണം. നമുക്കറിയാമല്ലോ, ഈ വൈശാഖ മാസം അതീവ ചൂടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഈ പലയിടത്തായിട്ട് ജലം എടുത്തു വെച്ചാൽ പക്ഷി മൃഗാദികൾക്കൊക്കെ എന്താ പറയുക, ദാഹം അകറ്റാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന ഒരു ജലദാനമാണ്. അപ്പം ദാഹിച്ച് വരുന്നവർക്ക് സംഭാരമോ, അറിയാമല്ലോ, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പോഴും വഴിയമ്പലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, വഴിയമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ജലം ദാനം ചെയ്യുമായിരുന്നു. ജലം, മോര്, പുളിവെള്ളം, ഇതൊക്കെ പണ്ട് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു മഹത്വം. അപ്പോൾ നമുക്ക് ജലം ദാനം ചെയ്യുന്നത് അതീവ ശ്രേഷ്ഠമാണ്. അന്നദാനം ഏറ്റവും ശ്രേഷ്ഠം. അതോടൊപ്പം ഈ ചൂടിൻ്റെ സമയത്ത് ജലം ദാനം ചെയ്യുന്നത് അതീവ ശ്രേഷ്ഠമാണ്. പിന്നെ നമുക്ക് ദാനം ചൂടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് കുട ദാനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ആർക്കെങ്കിലും ഒരു കുട ദാനം ചെയ്താൽ അവരെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ചെരുപ്പ്, ഈ ചുട്ടുപൊള്ളി കിടക്കുന്ന വഴിയിൽ കൂടെ, റോഡിൽ കൂടി നടക്കുമ്പോൾ കാല് പൊള്ളാതിരിക്കാൻ ചെരുപ്പ് ദാനം ചെയ്യുന്നത്. അപ്പം വൈശാഖ മാസത്തിൽ ചെയ്യാവുന്ന ദാനം എന്ന് പറയുന്നത് അന്നദാനം, ജലദാനം, ചെരുപ്പ്, കുട, ഇതൊക്കെ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ്. നാമജപത്തെക്കുറിച്ച് പറഞ്ഞു. എത്രത്തോളം നമ്മൾ നാമം ജപിക്കുന്നു അത്രത്തോളം നല്ലതാണ്. അടുത്തത് ക്ഷേത്ര ദർശനമാണ്. നമുക്ക് ഭഗവാന്റെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എല്ലായിടത്തും പോകാനല്ല പറഞ്ഞ്, നമുക്ക് മഹാവിഷ്ണു ക്ഷേത്രം അടുത്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലമില്ല, ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങൾ കാണും, അവിടെയൊക്കെ പോയി നമ്മൾ നാമം ജപിക്കുക. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർക്ക്, ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് നാമം ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുക,
ഭഗവാന്റെ നാമം ജപിക്കുക. നമ്മൾ വീട്ടിൽ ഇരുന്ന് ജപിച്ചാലും ഭഗവാൻ കേൾക്കും. നമ്മൾ ജപിക്കേണ്ടത് എങ്ങനെയാണ്? മനസ്സിരുത്തി ചൊല്ലുക, അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ചൊല്ലുകയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയല്ല ചൊല്ലേണ്ടത്. നമ്മൾ മനസ്സിരുത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് 100 ഇരട്ടിയാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. പിന്നെ ഫലം ഇച്ഛിച്ചല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്, പക്ഷേ നമ്മളെല്ലാം എന്താ പറയുന്നത്, നമ്മൾ മനസ്സിരുത്തി ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ട് ഭഗവാൻ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഹൃദയത്തിൽ ഭഗവാനെ ഏറ്റി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ലക്ഷ്മി നാരായണ കീർത്തനങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുക. പിന്നെ എന്നും ഓരോ തുളസിയില ഭഗവാന് സമർപ്പിക്കുക. ഒരു തുളസിയില എന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ തുളസി ഉണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിനോ ഫോട്ടോയ്ക്കോ ഒക്കെ തുളസി മാലയൊക്കെ സമർപ്പിക്കാം, തുളസി ഇലകൾ സമർപ്പിക്കാം. അങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഞാൻ എന്നെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുകയാണ്, ഭഗവാനെ രക്ഷിക്കണേ, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തരയണമേ എന്ന് മനസ്സിൽ വിചാരിച്ച് നമുക്ക് ഈ വൈശാഖ മാസം ആചരിക്കാം. വൈശാഖ മാസത്തിലെ വ്രതം എടുക്കുന്നവർക്ക് വ്രതം എടുക്കുന്ന അതീവ ശ്രേഷ്ഠമാണ്. എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുന്ന ഫലങ്ങളും പാലും പഴവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് വ്രതം എടുക്കാൻ പറ്റുകയില്ല. എങ്കിലും നമ്മൾ കഴിവതും ഈ നോൺ വെജ് ഒഴിവാക്കി നമ്മൾ ഈ ഒരു മാസം ആചരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. വീണ്ടും പറയുന്നു, സ്നാനം, നാമജപം, ദാനം, ഇതെല്ലാമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്, പിതൃ പ്രീതിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം. പിന്നെ ഭഗവാന്റെ നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമമുണ്ട്, നാരായണീയം ജപിക്കാം, ഭാഗവതം വായിക്കാം. ഇതെല്ലാം ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന അതീവ പുണ്യമാണ്. എല്ലാവർക്കും ഈ വൈശാഖ മാസം ആചരിക്കാൻ കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ എന്താ പറയുന്ന വൈശാഖ മാസം കഴിയുന്ന രീതിയിലൊക്കെ പ്രാർത്ഥിച്ച് നാമജപങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. എല്ലാവർക്കും ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.